നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ സർക്കാരിനും ഒഡീഷയിൽ നവീൻ പട്നായിക് സർക്കാരിനും തിരിച്ചടി. ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു നയിക്കുന്ന ടിഡിപിയുടെ നേതൃത്വത്തിൽ എൻഡിഎ മുന്നണി വിജയമുറപ്പിച്ചു. ഒഡീഷയിൽ ആകെയുള്ള 147-ൽ 79 നേടി ബിജെപി അധികാരത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസിനും ജഗൻമോഹൻ സർക്കാരിനും ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ ബിജെഡിക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ ആകെയുള്ള 175 സീറ്റുകളിൽ 165 സീറ്റുകളും NDA സഖ്യമാണ് നേടിയത്. 136 സീറ്റുകൾ TDPയും 21 സീറ്റുകൾ പവൻ കല്യാണിന്റെ ജനസേനയും 8 സീറ്റുകൾ BJPയും നേടി. 10 സീറ്റുകളിലേക്ക് ഭരണകക്ഷിയായ YSR കോൺഗ്രസ് ഒതുങ്ങി. 2019-ൽ 151 സീറ്റുകൾ നേടിയാണ് YSR കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. TDPക്ക് 23 സീറ്റും ജനസേനയ്ക്ക് 1 സീറ്റും മാത്രമാണ് 2019-ൽ നേടാനായത്. YS രാജശേഖർ റെഡ്ഡിയുടെ മകൾ ശർമിളയെ പാർട്ടിയിലെത്തിച്ച് കോൺഗ്രസ് നടത്തിയ പരീക്ഷണത്തിലും ഫലമുണ്ടായില്ല. 1 സീറ്റിൽ പോലും കോൺഗ്രസിന് ലീഡ് നേടാനായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആന്ധ്രയിൽ TDP വൻ നേട്ടമാണ് ഉണ്ടാക്കിയത്. ഒഡീഷയിൽ നവീൻ പട്നായിക് യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് BJP വിജയമുറപ്പിച്ചു. ആകെയുള്ള 147 സീറ്റിൽ 80 സീറ്റും BJP നേടിയപ്പോൾ 49 സീറ്റ് മാത്രമാണ് BJDക്ക് സ്വന്തമാക്കാനായത്. 14 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് CPIഎമ്മും നേടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒഡീഷയിൽ BJPക്കാണ് നേട്ടം. കൈരളി ന്യൂസ്, ദില്ലി.